വിഷു ആഘോഷിക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മലയാളികൾ. സാധാരണ മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കാറ്. എന്നാൽ ഇത്തവണ വിഷു ആഘോഷം മേടം 2-നാണ്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു വർഷക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും സദ്യ കഴിച്ചുമാണ് മലയാളികൾ വിഷു ആഘോഷിക്കുക. മേടം 1-ന് പകരം ഇത്തവണ വിഷുദിനം മേടം 2-നാണ്. സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുന്ന മേടസംക്രമം ഏപ്രിൽ 14-ന് സൂര്യോദയത്തിന് ശേഷമാണ്. ജ്യോതിഷ വിധിപ്രകാരം ഉദയശേഷം സംക്രമം വന്നാൽ ആഘോഷം നടത്തേണ്ടത് തൊട്ടടുത്ത ദിവസമാണ്. അതുകൊണ്ടാണ് ഇത്തവണ വിഷു ആഘോഷം ഏപ്രിൽ 15-നായത്. വെളുപ്പിന് 4-നും 6-നും ഇടയ്ക്കുള്ള സമയമാണ് കണി കാണാൻ ഉത്തമം. വരാനിരിക്കുന്ന ഒരാണ്ടിന്റെ ഐശ്വര്യമാണ് വിഷുക്കണി. കണി കാണലാണ് ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യങ്ങളെയും സ്വാധീനിക്കുക എന്നാണ് വിശ്വാസം. നരകാസുരവധം, രാവണനെ രാമൻ വധിച്ച ശേഷം സൂര്യൻ നേരെ ഉദിച്ച ദിവസം, കാർഷിക കാലത്തിന്റെ തുടക്കം അല്ലെങ്കിൽ വസന്തകാലാരംഭം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് വിഷുവിന്റെ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം, കാർഷിക സമൃദ്ധി, ഐശ്വര്യം എന്നിവയാണ് ഈ ഉത്സവം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.